LKG ക്ലാസ്സിലെ എഴുത്തുകാരനായ നടരാജൻ പെൻസിലിനെ അപ്സരസിനെ പോലെ വെളുത്തു സുന്ദരിയായ ഭാര്യ ഇറേസർ ഒരുപാട് സ്നേഹിച്ചു. ക്ലാസ്സിൽ കാക്കാക്കേക്ക് എഴുതി അവൻ കഷ്ടപ്പെടുന്നത് അവൾ വേദനയോടെ നോക്കിയിരിക്കും. ഇടയ്ക്ക് പെൻസിലിന്റെ അക്ഷരം തെറ്റുമ്പോൾ സ്വയം തേഞ്ഞ് കറുത്ത് ശരീര സൗന്ദര്യം ഉടഞ്ഞാലും അവന്റെ തെറ്റുകൾ മാച്ചു കളയുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തി. ബോക്സിനുള്ളിൽ ക്ഷീണിച്ച് തളർന്നു കിടന്നുറങ്ങുന്ന പെൻസിലിന്റെ നെഞ്ചിൽ തലചാച്ച് അവൾ നിർവൃതി അടയും. ഒരിക്കൽ എഴുത്തിനിടയിൽ പെൻസിലിന്റെ മുനയൊടിഞ്ഞു. അവൻ അലറി കരഞ്ഞപ്പോൾ അവളുടെ ചങ്ക് പൊട്ടി. അവനെ പൊക്കിയെടുത്ത് അവൾ ഡോക്ടർ ബ്ലേഡിന്റെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ പറഞ്ഞു. സർജറിക്കുള്ള പണം കണ്ടെത്താനായി അയൽക്കാരനായ ഡോംസ് പെൻസിലിന്റെ അസിസ്റ്റന്റായി അവൾ ജോലിക്ക് പോയി തുടങ്ങി. കഷ്ടപ്പാടുകൊണ്ട് അവൾ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞുണങ്ങിപ്പോയി. ആ തക്കം നോക്കി പേന നടരാജൻ പെൻസിലിനെ കള്ളു കുടിപ്പിച്ച് ഏഷണി കയറ്റി. നിന്റെ ഭാര്യ ഇപ്പോൾ ഡോംസ് പെൻസിലിന്റെ കൂടെയാടാ, മുന പോയ നിന്നെ ഇനി അവൾക്ക് എന്തിനാടാ മണ്ട. നടരാജൻ പെൻസിലിന്റെ ഉള്ളു പൊഞ്ഞുകൊണ്ടിരുന്നു. പാവം ഇറേസർ തന്റെ ഭർത്താവിന്റെ സർജറിക്ക് വേണ്ടി സ്വയം തേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലൊരു വിള്ളൽ വീഴുകയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.